ഒരു പകുതിയിൽ ഞാൻ ഉറങ്ങും, മറുപകുതി അഞ്ജലിക്കും തരുന്നു. എന്താ സമ്മതമാണോ? എന്താ സമ്മതിക്കണോ? സമ്മതിച്ചാ നന്നായിരുന്നു. എങ്കിൽ സമ്മതിച്ചിരിക്കുന്നു. ഇതാണ് അതിരുകല്ല്. ഇതിനപ്പുറം അഞ്ജലിക്ക്, ഇപ്പുറം എനിക്കും. കിടന്നോ, ഉറങ്ങാം നമുക്ക്. തെന്നൽ നിലാവിൻ്റെ കാതിൽ ചൊല്ലി, മണ്ണിൽ മഴത്തുള്ളി മെല്ലെ ചൊല്ലി, തേനൂറുമാവാക്കു നിൻ കാതിലായി ചൊല്ലാം ഞാൻ. തെന്നൽ നിലാവിൻ്റെ കാതിൽ ചൊല്ലി, മണ്ണിൽ മഴത്തുള്ളി മെല്ലെ ചൊല്ലി, തേനൂറുമാവാക്കു നിൻ കാതിലായി ചൊല്ലാം ഞാൻ. രാക്കിനാവിൻ തീരങ്ങളിൽ എന്നെന്നോ വന്നു നീ, കാത്തിരുന്നു ജന്മങ്ങളായി നിന്നെ ഞാൻ. തെന്നൽ നിലാവിൻ്റെ കാതിൽ ചൊല്ലി. ഞാൻ വെറുതെ വിടില്ലടാ. അയ്യോ, ദൈവമേ. അയ്യോ, എന്റെ നടു ഒടിഞ്ഞേ. എടോ, എഴുന്നേക്കടോ. നിന്നെ ചവിട്ടിയല്ലേ? എഴുന്നേക്കടോ. താൻ മനപ്പൂർവ്വം എന്നെ ചവിട്ടി തള്ളിയല്ലേ? എന്നിട്ട് ഉറക്കം നടിച്ച് കിടപ്പും. കൊള്ളൻ. എന്താ എന്താ നീ പറയുന്നേ? ഒന്നും അറിഞ്ഞില്ല താൻ. താൻ എന്നെ ചവിട്ടി എറിഞ്ഞു. ഞാൻ കട്ടിലിന്ന് പൊത്തോന്ന് താഴെ വീണു. നാട് ഒടിഞ്ഞെന്നെ. അതെ, അന്ന് നിന്നെ കയ്യേറ്റം ചെയ്ത സുനിലിന് കൊടുത്ത ചവിട്ടാ. നിനക്ക് അത് കൊണ്ടതല്ലേ? ഐ എം സോറി. നീയേ താഴെ പാവരിച്ചു കിടന്നു. അതാ സേഫ്. സേഫ് സേഫ് അല്ലേ? ഞാൻ കാണിച്ചു തരാം ഇയാളുടെ സേഫ് എന്താണെന്ന്. അതെ, എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. ഇടയ്ക്ക് നമ്മൾ വർമ്മ സാറിനെ വിളിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മളിങ്ങനെ ഒരു പ്രപ്പോസൽ ആവശ്യമായിട്ട് ചെല്ലുമ്പോൾ സാറ് നമ്മളെ മറന്നുപോയി കാണുമെന്ന എൻ്റെ ഒരു സംശയം. ഏയ്, മറന്നൊന്നും പോവില്ല. രാധയുടെ കല്യാണം സാർ ഒന്നും അറിയാതെ നമ്മൾ നടത്തിയതല്ലേ. അന്ന് സാറ് നമുക്കതിന് സ്പെഷ്യൽ ഗിഫ്റ്റും തന്നിരുന്നു. അതെ, അത് മാത്രം എൻ്റെ ഒരു ആത്മവിശ്വാസം. വർമ്മ സാർ തീരുമാനിച്ചാൽ മതി, ഈ ഇവന്റ് നമുക്ക് കിട്ടും. ഇത് കിട്ടിയ നമുക്ക് സാമ്പത്തിക കാര്യങ്ങൾ കുറച്ചൊന്ന് ഉറച്ചു കിട്ടുമായിരുന്നു. യെസ്, നല്ലത് പ്രതീക്ഷിക്കാം. ദാ പ്രപ്പോസൽ. അത് അഞ്ജലിനെ കൈവച്ചോ. കാര്യങ്ങൾ ഞാൻ സാറിനോട് നേരിട്ട് തന്നെ സംസാരിക്കാം. അത് കഴിയുമ്പോ അഞ്ജലിനെ കൊടുത്താൽ മതി. വാ കയറാം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.
പ്ലീസ് കം ഇൻ. സർ നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. സോറി, ആരാണെന്ന് മനസ്സിലായില്ല. സാർ, ഞാൻ അഞ്ജലി. ഇത് പ്രസാദ്. ഞങ്ങളാണ് സാറിന്റെ മകളുടെ മാരേജ്. എന്റെ മകളുടെ മാരേജ് ഒക്കെ കഴിഞ്ഞതാ. സോറി. ബൈ ദ വേ, അതൊക്കെ നിങ്ങൾ എന്തിനാ ഓഫീസിൽ ഒന്ന് പറയുന്നേ? ആക്ച്വലി എന്താ നിങ്ങളുടെ പ്രശ്നം? വൈ ആർ യു ഹിയർ? നിങ്ങൾ എന്തിനാണ് ഈ ഓഫീസിൽ കയറി വന്നതെന്ന് പറയൂ. സോറി സർ, ഞങ്ങൾ ഈ കയറി വന്നത് റോങ് ടൈമിൽ റോങ് പ്ലേസിലാണെന്ന് മനസ്സിലായി. വി ആർ എക്സ്ട്രീംലി സോറി. ഇനി ഞങ്ങൾ സാറിനെ ഡിസ്റ്റർബ് ചെയ്യില്ല. പോവുകയാണ്. അഞ്ജലി. കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. അമ്മ ഇവന്റ്സും അഞ്ജലി കാറ്ററിംഗ്സും നടത്തുന്ന യുവ സംരംഭക ദമ്പതികൾക്ക് ഒരു സർപ്രൈസ് സ്വാഗതം. പ്ലീസ് കം ഓൺ, ടേക്ക് യുവർ സീറ്റ്. കം ഓൺ. സർ, ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ ഇതല്ല? മനസ്സിലാവില്ല, കാരണം നിങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ നിങ്ങളെ ഒന്നും അറിയിക്കാത്തതാ. എങ്കിൽ ഇപ്പോഴെങ്കിലും എന്താണ് കാര്യമെന്നൊന്ന് അറിയിക്കൂ സർ. ഞങ്ങൾ ആകെ കൺഫ്യൂഷനിലാണ്. കിളി പറന്ന അവസ്ഥയിലായി. എങ്കിൽ പിന്നെ പറന്ന കിളിയെ കൂട്ടിൽ കൊണ്ടുവന്ന് കളയാം. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഞങ്ങളുടെ കമ്പനിയുടെ CSR ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് വർമാസ് യൂത്ത് ബ്രിഗേഡ് സർവീസ്. അത് നൽകുന്ന ഈ വർഷത്തെ ഞങ്ങളുടെ യുവ സംരംഭക പുരസ്കാരം അമ്മ ഇവന്റ്സിന്റെ പാർട്ണർമാരായ മിസ്റ്റർ പ്രസാദിനും മിസ്സസ് അഞ്ജലിക്കും തരാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ രാവിലെ ഓഫീസിൽ വിളിച്ച് പുതിയ ഒരു ഇവന്റിന് പ്രൊപ്പോസ് തരാൻ വന്നോട്ടെ എന്ന് ചോദിച്ചതറിഞ്ഞ് ഞാൻ തട്ടിക്കൂട്ടിയ ഒരു വെൽക്കം നാടകമായിരുന്നു ഇവിടെ നടന്നത്. എനിവേ, ആ അവാർഡ് ദാനത്തിന്റെ പ്രോഗ്രാം കാർഡ് ആയിട്ടുണ്ട്. ഫംഗ്ഷന്റെ അന്ന് പ്രസാദ് അഞ്ജലി ദമ്പതികൾ നേരിട്ട് വന്ന് അവാർഡ് ഏറ്റുവാങ്ങി ഞങ്ങളുടെ ഈ സംരംഭത്തെ ധന്യമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. പ്രോഗ്രാം നോട്ടീസാണ്. ഡേറ്റും സ്ഥലവും സമയവും ഒക്കെ ഇതിലുണ്ട്. ഒന്ന് നോക്കി വെച്ചോളൂ. ഫംഗ്ഷന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് നാഥൻ സാറാണോ? അതെ. എന്റെ സംരംഭങ്ങൾക്കൊക്കെ കഴിയുന്നത്ര ഞാൻ അയാളെ വിളിക്കാറുണ്ട്. നല്ലൊരു മനുഷ്യനാണ് അയാൾ. അതെ, ഞങ്ങളുടെ അച്ചൂട്ടനായിട്ട് അദ്ദേഹത്തിന് വലിയ അടുപ്പമാണ് സർ. നാഥൻ അങ്കിൾ എന്ന് പറഞ്ഞ അവന് ജീവനാ. അപ്പോ ഓൾ ദി ബെസ്റ്റ്. അവാർഡ് ഫംഗ്ഷൻ കാണാം നമുക്ക്. അവാർഡ് തന്നതില് വളരെ നന്ദിയുണ്ട് സർ. പക്ഷേ ഞങ്ങള് വന്നത്... മനസ്സിലായി. ഞങ്ങളുടെ മെഗാ ഇവന്റിനുള്ള കൊട്ടേഷൻ തരാൻ അവിടെ കൊടുത്തോളൂ. നമുക്ക് വേണ്ടത് ചെയ്യാൻ നോക്കാം. താങ്ക് യു വെരി മച്ച് സർ. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ സർ. ആയിക്കോട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ. നാഥൻ സാർ നമ്മളെ കാണണമെന്ന് പറഞ്ഞതല്ലായിരുന്നു? നമുക്ക് അതുവഴി പോയാലോ? എന്തു പറയുന്നു? പോകാം. അപ്പോ ആ കമ്മിറ്റ്മെന്റ് അങ്ങ് തീർന്നു കിട്ടുമല്ലോ. ഓക്കെ, ഞാൻ ആദ്യം അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്കാം. സാറ് ഫ്രീ ആണെങ്കിൽ മതി കാണലൊക്കെ.
ഹലോ പ്രസാദ്, എന്തുണ്ട് കാര്യങ്ങൾ? നല്ല വിശേഷം സർ. ഞങ്ങൾ വർമ്മ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഓ മൈ ഗാഡ്. അപ്പൊ ഞാൻ നിങ്ങൾക്കായിട്ട് പ്ലാൻ ചെയ്തിരുന്ന ആ സർപ്രൈസ് വർമ്മ സാറ് പൊട്ടിച്ചു അല്ലേ? വർമ്മ സാറിന്റെ കമ്പനി നിങ്ങൾക്കൊരു അവാർഡൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അറിഞ്ഞു സർ. ഫംഗ്ഷന് സാറാണ് ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. അതൊക്കെ വർമ്മ സാറിന്റെ ഓരോ ലീലാവിലാസങ്ങളല്ലേ. എന്തായാലും ഞാൻ വരും. അന്ന് നമുക്ക് പരസ്പരം കാണാം. എന്താ? അന്ന് കാണാം സർ. പക്ഷെ അതിനു മുമ്പേ ഇന്നൊന്ന് കണ്ടാലെന്താന്ന് ചോദിക്കാനാ ഞാൻ വിളിച്ചത്. സാറ് പറഞ്ഞതല്ലേ ഞങ്ങളെ ഫാമിലിയായിട്ട് ഒരുമിച്ചൊന്ന് കാണണമെന്ന്. യെസ് യെസ്, ഓർമ്മയുണ്ട്. പ്രസാദ് ഇപ്പൊ ഫാമിലി ആയിട്ടാണെങ്കിൽ വീട്ടിലേക്ക് പോന്നോളൂ. ഞാൻ ഇവിടെ തന്നെയുണ്ട്. എനിക്ക് അച്യുതനെ കാണാനും ആഗ്രഹമുണ്ട് ഇപ്പോ. അയ്യോ, അച്ചു സ്കൂളിലാണ് സർ. അവൻ അവധി വരുന്ന ഒരു ദിവസം അവനെ കൂട്ടി പിന്നീട് ഒരുക്കി വരാം. ഇന്നിപ്പോ ഞാനും അഞ്ജലിയും കൂടി വന്നാ പോരെ? ഓക്കെ ഓക്കെ, നോ ഇഷ്യൂസ്. യു ആർ ഓൾവേസ് വെൽക്കം. വന്നോളൂ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. താങ്ക് യു സർ. ഇതാ വരുന്നു. ശരി, വരൂ. സാറോടുണ്ട്. പാപ്പോ. ഛേ, ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഇന്ന് ഏതായാലും അവിടെ സമയത്തിന് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 9:30 എന്നാൽ 9:30 എന്ന് നിർബന്ധമുള്ള ആളാ. കൃത്യസമയത്തിന് വണ്ടി എത്തിയില്ലെങ്കിലേ ആളിന്റെ കൺട്രോള് പോയി ചീത്തവിളി ഉറപ്പാ. അതെങ്ങനെയാ? ഓരോന്ന് ഒരുങ്ങിക്കെട്ടി ഇറങ്ങുമ്പോ ഒരു നേരം ആവുമല്ലോ. ടൂറിസ്റ്റുകള് ആദ്യം അതൊന്നും മനസ്സിൽ കയറി, പിന്നെ അത് തലയിലായി. ഇപ്പതാ ജോലിക്കിടയിലും എന്തൊക്കെ അനുഭവിച്ചാൽ ജീവിതം ഒരു കര പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതെ, എന്നെ തന്റെ മനസ്സിൽ കയറ്റാൻ ഞാൻ പറഞ്ഞോ? താൻ എന്നെ താലി കെട്ടി തലയിലേറ്റിയതേ ദേ ഞാൻ പറഞ്ഞിട്ടാണോ? കിട്ടിയ അവസരം മുതലാക്കിയതല്ലേ, ആരെ അറിയിക്കാതെ. ദാ അതുപോലെയാണ് ഇപ്പൊ ക്ലാസ്സിന് കൊണ്ട് വിടുന്നതും. അതും ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ആവശ്യപ്പെട്ടോ? പറ, കേക്കട്ടെ. ഇല്ല, നീ ആവശ്യപ്പെട്ടിട്ടില്ല. നിന്നെ കൊണ്ടിങ്ങനെ ഊര് ചുറ്റാൻ ഏട്ടൻ ഒരു ജോലി ഏൽപ്പിച്ചു. ഞാനത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അനുജൻ വല്ല ക്ലാസ് റൂമിന്റെയും വരാന്ത കാണട്ടെ എന്ന് ചേട്ടൻ ചിന്തിച്ചു കാണും. അത്ര തന്നെ. അതെടി, ഞാൻ കോളേജിൽ പോയിട്ടില്ല, എങ്കിലും സംസാരിക്കാനും പെരുമാറാനും അറിയാം. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ അറിയാം, വഞ്ചിക്കുന്നവരെ തിരിച്ചറിയാനും അറിയാം. അന്യരെ അനുകമ്പയോടെ കാണാനും അവരെ ആപത്തിൽ സഹായിക്കാനും അറിയാം. നീ കോളേജിൽ പോയതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലെന്ന് മനസ്സിലായില്ലേ? കോളേജിൽ പോണതേ ടെസ്റ്റ് എഴുതി പാസ്സായി ജോലി വാങ്ങാൻ വേണ്ടി മാത്രമല്ല, നല്ല മനുഷ്യന്മാരായി ജീവിക്കാൻ കൂടിയാ. കോളേജിൽ പോയില്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ നല്ല മനുഷ്യനായിട്ട് തന്നെയാ ജീവിക്കുന്നത്. താൻ എങ്ങനെ വേണോ ജീവിച്ചോ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. എന്റെ മുന്നിൽ, എന്റെ മനസ്സിൽ നിങ്ങൾ വെറും ഒരു വഞ്ചകന്. അവസരം കിട്ടിയപ്പോ ഒരു സ്ത്രീയുടെ ജീവിതം കീഴടക്കി സ്വന്തമാക്കിയ നീച ജന്മം. അവളുടെ സ്വപ്നങ്ങൾ തകർത്ത് കളഞ്ഞവൻ. അത്രമാത്രം. ഞാൻ നിന്റെ ജീവിതം തകർത്തവനാണല്ലേടി. നിന്റെ ജീവിതം തകർന്നു പോയെങ്കിൽ പിന്നെ ഈ ബാക്കി ശരീരം ഞാൻ എന്തിനാ ഇങ്ങനെ വണ്ടി കയറ്റി കൊണ്ടു നടക്കുന്നത്? നിനക്ക് ഞാനൊരു പണി തരുന്നുണ്ട്. താമസിയാതെ നീ അറിയും അതെന്താണെന്ന്. ഏയ് നോ 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 നോ, നിങ്ങൾ കാറ് കൊണ്ടുപോയത് വാട്ടർ സർവീസിനല്ലേ, പൊളിച്ചെടുത്ത് റിപ്പയർ ചെയ്യാനൊന്നുമല്ലല്ലോ. ഐ വോണ്ട് മൈ കാർ ബാക്ക് റൈറ്റ് നൗ. എനിക്ക് പുറത്തു പോകാനുള്ളതാ. ഏറിയാൽ 1 മണിക്കൂറിനകം കാർ ഇവിടെ എത്തിയിരിക്കണം. ആ ശരി, ഓക്കെ. സർ, ജ്യൂസ്. ഫുഡിന് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചായിരുന്നു. ഓർഡർ കൊടുത്തിട്ടുണ്ട്. മനസ്സൻ ചേട്ടൻ വാങ്ങാൻ പോയിട്ടുണ്ട്. പോയാ പോരാ, വാങ്ങിക്കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ ഫുള്ളായിട്ട് നിരത്തണം. അവര് കല്യാണം കഴിച്ചിട്ട് ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വരുന്നതാ. റെഡിയാക്കാം സർ. ആ, അതുകൊണ്ടൊരു വെൽക്കം ഡ്രിങ്ക് പോലെ ഒരു ജ്യൂസും റെഡിയാക്കി വെച്ചോ. അതും റെഡിയാക്കാം സർ. हेलो ठाकुर जी, कैसे हो आप? अभी तो फोन पर भी मिलते नहीं है. हाँ हाँ बोलिए, बिजनेस कैसा जा रहा है? हाँ ठीक है ठीक है.
ഇത് തന്നെയാണോ വീട്? ആ ഇത് തന്നെയാണെന്ന് തോന്നുന്നു. പ്രസാദേട്ട് മുമ്പ് വന്നിട്ടുണ്ടോ? ആ ഇല്ല, പക്ഷേ നാഥൻ സാറ് പറഞ്ഞിട്ടുണ്ട്. ഇതുവഴി പോകുമ്പോൾ ഒരിക്കല് നാഥൻ സാറിന്റെ കാർ ഇവിടെ കിടക്കുന്നതും കണ്ടിട്ടുണ്ട്. ആ. വാ. ഹലോ ടീച്ചർ. ഹലോ അഞ്ജലി, മോന് ചെറിയ സിക്കാണെന്ന് തോന്നുന്നല്ലോ. 1-2 തവണ ഛർദ്ദിക്കുകയും ചെയ്തു. അവൻ ഇപ്പൊ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. എന്റെ ദൈവമേ, കുഴഞ്ഞു വീണോ? ഹലോ അഞ്ജലി. ഹലോ ഹലോ ടീച്ചർ. കേക്കാമോ അഞ്ജലി? ഹലോ ടീച്ചർ എന്തു പറ്റി? ഹലോ ടീച്ചറെ കേൾക്കാമോ? ഹലോ. അയ്യോ പ്രസാദേട്ടാ, അച്ചൂട്ടൻ. അച്ഛനെന്താ? ആരെ വിളിച്ചത്? ഗീതാഞ്ജലി ടീച്ചറാ. അച്ചൂട്ടൻ സ്കൂളിൽ കുഴഞ്ഞു വീണത്രേ. കുഴഞ്ഞു വീണോ? ആ, എന്തു പറ്റിയതാണോ എന്തോ. പ്രസാദേട്ടൻ വാ, നമുക്ക് സ്കൂളിലോട്ട് പോവാം. പോവാം, പക്ഷേ നാഥൻ സാറിനോടൊന്ന് പറഞ്ഞിട്ട് പോണ്ടേ? അതൊക്കെ പിന്നീട് നമുക്ക് ഫോണിൽ വിളിച്ച് പറയാം. ഇപ്പൊ നമുക്ക് പോവാം. എനിക്ക് ആകെ ദേഹം തളരുന്ന പോലെ. നമ്മുടെ അച്ചു. ശരി ശരി, പോവാം, വാ. കൊറേ നേരമായല്ലോ ഈ ചുറ്റുന്നു. ഇതേതാ വഴി? കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. നിനക്ക് പോകേണ്ടടുത്ത് കൊണ്ടുവിടും, അടങ്ങിയിരുന്നാ മതി. എനിക്ക് പോകേണ്ടത് ക്ലാസ്സിനാണ്, അതിന് ഇതല്ല വഴി. ആര് പറഞ്ഞു നിനക്ക് പോകേണ്ടത് ക്ലാസ്സിനാണെന്ന്? എവിടെയാ പോകേണ്ടതെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനാ ഞാൻ. അത് ശരി, അപ്പൊ താൻ എന്നെ കൊല്ലം കൊണ്ടുപോവാണല്ലേ? ഹേയ്, അത് ഞാൻ ചെയ്യില്ല. നിന്നെ കൊന്ന് ജയിലിൽ കിടക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാ. തനിക്കെതിരെ ഗാർഹിക പീഡനത്തിന് ഞാൻ പരാതിപ്പെടും, നോക്കിക്കോ. നീ എങ്ങനെ പരാതി കൊടുത്താ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും നിനക്കെതിരായി നിരനിരയായി മൊഴി കൊടുക്കും. ഒപ്പം പീഡിപ്പിക്കുന്നത് നീ എന്നെയാണെന്ന് പറയുകയും ചെയ്യും. 3.5 തരവാ. ഏതായാലും എത്തേണ്ടടുത്ത് എത്തി. ഇനി നിനക്ക് ഇറങ്ങാം. ഇങ്ങോട്ട് ഇറങ്ങി, പെട്ടെന്നാവട്ടെ. ഇത് ഏത് സ്ഥലമാ? താനിത് എന്തിനുള്ള പുറപ്പാടാ? എന്താ തന്റെ ഉദ്ദേശം? ഇത് ഏത് സ്ഥലമാണെന്നൊന്നും എനിക്കറിയില്ല. നിന്നെ ഞാൻ ഇവിടെ കളഞ്ഞിട്ട് പോകുന്നു. വല്ലാത്ത അഹങ്കാരമാണ് നിന്റെ തലയ്ക്കിപ്പോ. ആ അഹങ്കാരമാണ് നിന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. സാഹി കേട്ടാ ഞാൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്നെന്ന് നീ വിചാരിച്ചോ? ആ പിന്നെ, ഇതൊരു കാട്ടുവഴിയാ, വണ്ടൻമേട്. നീ എന്നോട് പറഞ്ഞതിനെ കുറിച്ചും ചെയ്തതിനെ കുറിച്ചും ഒക്കെ ഇവിടെ നിന്നും ഇരുന്നും കിടന്നുമൊക്കെ സ്വസ്ഥമായിട്ട് ആലോചിക്കാം. അപ്പൊ അതിലെ തെറ്റുകളെ കുറിച്ച് നിനക്ക് ബോധ്യം വരും. അങ്ങനെ ഒരു വെളിവ് കിട്ടുമ്പോ ആരോടെങ്കിലും വഴി ചോദിച്ച് മടങ്ങി വന്നാ മതി. അതുവരെ ഒറ്റയ്ക്ക് നീ ഇവിടെ നിന്ന് ചിന്തിക്കും. നല്ല തണലും കാറ്റും ഒക്കെ ഉണ്ട്. നിന്ന് തളർന്നല്ലേ ഇതൊന്ന് ചിന്തിക്കാം. വേണമെങ്കിൽ കിടന്നും. താനെന്താ തമാശയാണോ പറയുന്നേ? അല്ല, സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. അപ്പൊ പോട്ടെ, നിനക്ക് വെളി ഉണ്ടായില്ലേ, തിരിച്ചു വന്നോ. അപ്പൊ വീണ്ടും കാണാം നമുക്ക്. ഓക്കെ, ബൈ ബൈ. എന്താ ഓടി അങ്ങോട്ട്. രാവിലെ ക്ലാസ്സിലേക്കെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ദ്രോഹി. പോകുന്ന വഴിക്ക് നിന്റെ വണ്ടി എവിടെയെങ്കിലും തോപ്പിടെ കൂടി ആവോടാ ദുഷ്ട. എന്റെ അമ്മേ.
ആ ഇതുപോലെ ചെയ്താൽ മതി. മാം, ഞാൻ അച്യുതന്റെ അമ്മയാണ്. അവൻ എന്താ പറ്റിയത്? മിസ്സസ് അഞ്ജലി, കൂൾ ഡൗൺ. പരിഭ്രമിക്കാനൊന്നുമില്ല. ക്ലാസ്സിലിരിക്കുമ്പോൾ അവൻ 1-2 വട്ടം ഛർദ്ദിച്ചു, പിന്നെ ഒന്ന് മയങ്ങി വീണു. അയ്യോ, എന്റെ കുട്ടി. പാനിക് ആവല്ലേ, കുട്ടിക്കൊന്നുമില്ല. അപ്പൊ തന്നെ അവൻ എണീറ്റ് വെള്ളം കുടിച്ചു. എന്തോ ഫുഡ് പോയിസൺ ആണെന്ന് തോന്നുന്നു. ഇവിടെ വെച്ച് തന്നെ അവൻ ക്വയറ്റ് നോർമലായി. എങ്കിലും കുഞ്ഞല്ലേ, എന്തെങ്കിലും പ്രയാസങ്ങൾ പിന്നെ ഉണ്ടാകുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാന്ന് വെച്ചു. ഗീതാഞ്ജലി ടീച്ചറിനെയും കൂട്ടി ഹോസ്പിറ്റലിൽ അയച്ചിട്ടുണ്ട്. ഡോക്ടറെ കാണിച്ചിട്ട് കുട്ടിയെ വീട്ടിലാക്കാനും പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു മാം. ഗീതാഞ്ജലി ടീച്ചറിന്റെ നമ്പർ കയ്യിലില്ലേ? ആ ഉണ്ട്, ഞാൻ വിളിക്കാം. പ്രസാദേട്ടാ, വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. പോവാം. ആദ്യം ടീച്ചറെ വിളിക്കുക. ഏത് ഹോസ്പിറ്റലാണ് ചോദിക്കുക. ഗീത ടീച്ചർ,